നമുക്ക് ഇനി ലാസ്റ്റ് പാർട്ട് നോക്കാം, കോളംസ് വിത്ത് എക്സെൻട്രിക് ലോഡിംഗ്. അപ്പോൾ ലോഡിംഗ് നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് ആക്സിൽ അല്ലാതെ ഒരു ഡിസ്റ്റൻസ് മാറി കൊടുത്തു. അപ്പം അങ്ങനത്തെ ഒരു ലോഡിങ്ങിനാണ് നമ്മൾ എക്സെൻട്രിക് ലോഡിംഗ് എന്ന് പറയുന്നത്. അത് കാരണം എക്സ്ട്രാ ഒരു ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഉണ്ടാവും നമ്മുടെ കോളത്തിൽ. അപ്പം എത്ര ഡിസ്റ്റൻസ് നമ്മൾ ആ ലോഡ് മാറി കൊടുത്തു അതിനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കോളത്തിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡയറക്റ്റ് സ്ട്രെസ് ലോഡ് കാരണമുള്ള, പിന്നെ അല്ലാതെ ഇത്രയും ആക്സിൽ അല്ലാതെ നമ്മൾ മാറ്റി കൊടുത്തുകൊണ്ട് ഒരു ബെൻഡിങ് സ്ട്രെസ്സും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇനി ആ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ അന്നേരം മൈനസ് ആയിരിക്കും. ഒരു സ്ഥലത്ത് ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡയറക്റ്റ് സ്ട്രെസ് മൈനസ് ബെൻഡിങ് സ്ട്രെസ് ആണ്. ഇത് നമുക്ക് മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാൻ അത് അവിടെ ആവശ്യം വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോളം കൺസിഡർ ചെയ്തു ഓഫ് സൈസ് ബി ഇൻറ്റു ഡി ഈ സബ്ജക്റ്റഡ് ടു എ ലോഡ് പി വിത്ത് എൻ എക്സെൻട്രിസിറ്റി ഇ ഓൺ ദി എക്സ് ആക്സിസ്. ഇതിപ്പോൾ ഒരു ആക്സിസിൽ മാത്രം എക്സെൻട്രിസിറ്റി ഉള്ള കേസാണ് ഞാൻ പറയുന്നത്. എക്സ് ആക്സിസിൽ നിന്ന് ഒരു ഒറിജിൻ മാറ്റിയിട്ട് ഈ ഡിസ്റ്റൻസ് മാറി ഒരു ലോഡ് കൊടുത്ത കേസ്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് സ്ട്രെസ് പി ബൈ എ പ്ലസ് ബെൻഡിങ് സ്ട്രെസ് എം ബൈ ഐ ഇൻറ്റു വൈ. ബെൻഡിങ് സ്ട്രെസ് എം ബൈ ഐ ഇൻറ്റു വൈ എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മിനിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പി ബൈ എ മൈനസ് എം ബൈ എ ഇൻറ്റു വൈ. ഞാൻ പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൈനസ് ആവും. അപ്പം ഇനി എം ബൈ ഐ ഇൻറ്റു വൈനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ റീപ്ലേസ് ചെയ്യും? എം എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഇ മൊമെൻ്റ് ആണ്. അപ്പോൾ ലോഡ് ഇൻറ്റു എക്സെൻട്രിസിറ്റി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഈ വൈ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബി ബൈ ടു. ഈ എത്ര എക്സ് ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ വൈ എന്ന് പറഞ്ഞാൽ, അത് ബി ബൈ ടു. ഇനി എ എന്ന് പറഞ്ഞാൽ ബി ഡി ക്യൂബ് ബൈ 12 ആണ് അല്ലേ. ഇവിടെ വൈ ആക്സിസ് ആയതുകൊണ്ട് ഡി ബി ക്യൂബ് ബൈ 12. ഡി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഇൻറ്റു ബി സ്ക്വയർ ബൈ 12 അതിവിടെ അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പി ബൈ എ മൈനസ് പി ഇ ബൈ എ ഇൻറ്റു 6 ബൈ ബി എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, ഞാൻ പി ബൈ എ ഇവിടെ കോമൺ എടുത്താൽ 1 മൈനസ് 6 ഇ ബൈ ബി എന്ന് കിട്ടും. നെറ്റ് സ്ട്രെസ് വെൻ നെറ്റ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ പി ബൈ എ ഇൻറ്റു 1 മൈനസ്, ഇത് മിനിമം അല്ലേ, മിനിമം എന്ന് പറയുമ്പോൾ മാക്സിമം 0 വരെ പോകാമല്ലോ. അപ്പോൾ പി ബൈ എ ഇൻറ്റു 1 മൈനസ് 6 ഇ ബൈ ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ പി ബൈ എ 0 ആവാൻ പറ്റത്തില്ല, സ്ട്രെസ് 0 ആവത്തില്ല, കാരണം എന്തായാലും ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ് 1 മൈനസ് 6 ഇ ബൈ ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് ബി ബൈ 6 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എക്സ് സെറ്റ് ഡിസ്റ്റൻസ് ബി ബൈ 6 വരെ എന്താണ് എക്സെൻട്രിസിറ്റി 0 ആണ്. അങ്ങനെ നമ്മൾ എല്ലാ ആക്സിസിലും ഇവിടെ ഒരു ബി ബൈ 6, ഇവിടെ ഒരു ബി ബൈ 6, ഇവിടെ എവിടെയെങ്കിലും ആണ് നമ്മൾ ഈ ലോഡ് കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ എക്സെൻട്രിസിറ്റി അല്ല എഫക്റ്റീവ് സ്ട്രെസ് 0. അങ്ങനെ നമ്മൾ റെക്റ്റാങ്കിളിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പാണ് വിത്ത് ഡയഗണൽസ് ഡി ബൈ 3. അങ്ങനത്തെ ഈ ഒരു ഫിഗർ വേർ നെറ്റ് സ്ട്രെസ് 0 വരുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ കേൺ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. കേൺ ഓഫ് ദ സെക്ഷനിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടെൻഷൻ വിൽ നോട്ട് ഡെവലപ്പ്, അവിടെ ടെൻഷൻ ഡെവലപ്പ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു സെക്ഷനെയാണ് നമ്മൾ കേൺ ഓഫ് ദ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കേൺ ഓഫ് ദ സെക്ഷൻ നിങ്ങൾക്ക് റെക്റ്റാങ്കിളിനെയും ചോദിക്കാം, പിന്നെ ചോദിക്കാൻ പറ്റുന്നത് സർക്കിളിൻ്റെയാണ്. അപ്പോൾ സർക്കിളിൻ്റെ നമുക്ക് നോക്കാം. നമ്മൾ കൺസിഡർ എ സർക്കുലർ സെക്ഷൻ ഓഫ് ഡയമീറ്റർ ഡി. നമ്മൾ ഡി ഒരു ഡയമീറ്റർ ഡി കണ്ടു, സർക്കുലർ സെക്ഷൻ എടുത്താൽ അതിന് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ഡി സ്ക്വയർ. അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് പി ബൈ എ എന്ന് പറഞ്ഞാൽ പി ബൈ പൈ ബൈ 4 ഡി സ്ക്വയർ, അതാണ് 4p ബൈ പൈ ഡി സ്ക്വയർ ആയി. പിന്നെ എൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഇ ആണ്. പിന്നെ എൻ്റെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എം വൈ ഇൻറ്റു ഐ, നേരത്തെ നമ്മൾ ചെയ്ത സെയിം സാധനം. അപ്പോൾ എൻ്റെ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അപ്ലൈ ചെയ്തു എം ബൈ ഐ ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഡി ബൈ 2 ആണ്. എം എന്ന് പറയുന്നത് പി ഇൻറ്റു ഇ ഇൻറ്റു ഡി ബൈ 2 ആണ്. ഐ എന്ന് പറഞ്ഞാൽ പൈ ബൈ 64 ഡി റേസ് ടു 4. എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കിവിടെ 32 ഇൻറ്റു പി ഇൻറ്റു ഇ ബൈ പൈ ഡി ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ മിനിമം എന്ന് പറഞ്ഞാൽ ഈ സിഗ്മ 0 മൈനസ് സിഗ്മ ബി ആണ്, ഡയറക്റ്റ് സ്ട്രെസ് മൈനസ് ബെൻഡിങ് സ്ട്രെസ്. ഇത് രണ്ട് ഞാൻ മൈനസ് ചെയ്തു, കോമൺസ് പുറത്തെടുത്തു. അപ്പോൾ എനിക്ക് ഇത് ഈക്വൽ ടു 0 ഇടുമ്പം ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ബൈ 8 എന്ന് വരും. ഇത് ഈക്വൽ ഇട്ടാൽ കറക്റ്റ് ഈക്വൽ ടു ഡി ബൈ 8 എന്ന് വരും. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഡി ബൈ 8 ആണ് എൻ്റെ കേൺ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞു. സോ ഇതായിരുന്നു സർക്കിളിൻ്റെ ഡെറിവേഷൻ.
ഇത് മനസ്സിലായി തോന്നുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ഈ രണ്ട് കേൺ കണ്ടുപിടിക്കാനേ ചോദിക്കാറുള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ കേൺ കഴിഞ്ഞു. ഇനി നമുക്ക് എക്സെൻട്രിസിറ്റി ആണ്. ഇപ്പം ഞാൻ ഒരു ആക്സിസിൽ വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു ആക്സിസിൽ വരുമ്പോൾ നമുക്ക് കേൺ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ലോഡ്സ് വിത്ത് എക്സെൻട്രിസിറ്റി ഇൻ ദ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ, അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചാൽ മതി ഇവിടെ. എന്നിട്ട് നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ അറിയേണ്ടത് എഫ് മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്ട്രെസ് ഇസ് ഈക്വൽ ടു പി ബൈ എ പ്ലസ് പി ഇ എക്സ് ബൈ ഇ വൈ ഇൻറ്റു എക്സ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഡയറക്ഷനിലുള്ള എക്സെൻട്രിസിറ്റി ഇൻറ്റു എക്സ് പ്ലസ് പി ഇ വൈ ബൈ ഐ എക്സ് ഇൻറ്റു വൈ. ഈ വൈ എന്ന് പറഞ്ഞാൽ ഈ വൈ ഡയറക്ഷനിലുള്ള എക്സെൻട്രിസിറ്റി. മിനിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് മൈനസ് ഡയറക്റ്റ് സ്ട്രെസ് മൈനസ് നമ്മൾ ഈ ബെൻഡിങ് സ്ട്രെസ് ചെയ്യണം. ബെൻഡിങ് സ്ട്രെസ് ഇൻ ദ എക്സ് ഡയറക്ഷനും ചെയ്യണം, ബെൻഡിങ് സ്ട്രെസ് ഇൻ ദ വൈ ഡയറക്ഷനും ചെയ്യണം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഡയറക്റ്റ് ഒരു പ്രോബ്ലം നോക്കാം, പ്രോബ്ലത്തിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരു പ്രോബ്ലം. A short column of rectangular cross section 80 mm by 60 mm carries a load of 40 kilonewton at a point 20 mm from the longer side and 35 mm from the shorter side. Determine the maximum compressive and tensile strength in section. അപ്പോൾ എന്താണ്, എനിക്കൊരു കോളം ഉണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷൻ 80 mm ഇൻറ്റു 60 mm ആണ്. ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് 40 kilonewton ലോഡാണ്. അറ്റ് 20 mm ഫ്രം ദ ലോങ് സൈഡും 35 mm ഫ്രം ദ ഷോർട്ട് സൈഡും. അപ്പോൾ ലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും 80 അല്ലേ, 80 ഒരു 20 mm താഴെ, ഷോർട്ട് സൈഡിൽ നിന്ന് ഒരു 35 mm താഴെ. എന്നിട്ട് ഞാൻ എൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ വരച്ചു. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് എൻ്റെ എക്സെൻട്രിസിറ്റി സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ബി എന്ന് പറഞ്ഞാൽ 80, ഡി എന്ന് പറഞ്ഞാൽ 60, ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു 60, ലോഡ് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഇ എക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറിജിനിൽ നിന്ന് എൻ്റെ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഇൻ ദ എക്സ് ആക്സിസ് എത്രയാണ്? ഒറിജിൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നടുക്കൂടെ അല്ലേ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര? 5 ആണ് അല്ലേ. 40 മൈനസ് 35 5. ഇനി ഈ വൈ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അതെത്രയാണ്? ഈ 60യുടെ പകുതി 30 മൈനസ് 20 10. അതാണ് എൻ്റെ ഈ വൈ എന്ന് പറഞ്ഞാൽ. ഇനി എം എക്സ് ഞാനിപ്പോൾ എൻ്റെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ അറിയോ? എൻ്റെ ഈ ഇക്വേഷനിൽ ഓരോ സാധനത്തിലും അപ്ലൈ ചെയ്യാനാ. ഇനി എം എക്സ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഇ എക്സ്, അത് എം വൈ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഇ വൈ. അപ്പം ഞാൻ എൻ്റെ പി ഇൻറ്റു ഇ എക്സും പി ഇൻറ്റു ഇ വൈയും കണ്ടുപിടിച്ചു, ഐ എക്സ് വൈ വൈയും കണ്ടുപിടിച്ചു. സാധാരണ റെക്റ്റാങ്കിളിൽ ഐ ബി ഡി ക്യൂബ് ആയിട്ട് എല്ലാം അപ്ലൈ ചെയ്താൽ മതി. ഐ എക്സ് വൈ വൈയും കണ്ടുപിടിച്ചു. മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് പിന്നെ ഡയറക്റ്റ് നമ്മുടെ മാക്സിമം മിനിമത്തിൻ്റെ ഇക്വേഷനിൽ ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. എൻ്റെ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടോട്ടൽ ബി ആണ് കേട്ടോ. ലൈക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഇതൊട്ട് ഈ ടോട്ടൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസും വൈ എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസും ആണ്. എന്ന് പറഞ്ഞാൽ ഒറിജിൻ തൊട്ട് ഒരു അറ്റം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ എക്സും വൈ എന്നും പറഞ്ഞാൽ. ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിൽ പിന്നെ അപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാനേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് ഓരോ പോയിന്റിലെയും സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് എക്സെൻട്രിസിറ്റി കാരണമുള്ളത്. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, സോ ശ്രദ്ധിച്ചിരുന്നോ? A column is rectangular in cross section of 300 mm into 400 mm in dimensions. The column carries an eccentric point load of 360 kilonewton in one diagonal at a distance of quarter diagonal length from a corner. Calculate the stress of all four corners stress calculate ചെയ്യണം. Draw the stress distribution diagram for any two adjacent sides. അപ്പോൾ എനിക്ക് എൻ്റെ വിഡ്ത്തും ഡെപ്ത് ഒക്കെ തന്നിട്ടുണ്ട്. വിഡ്ത്ത് 300, ഡെപ്ത് 400. ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഡയഗണലിന് 1/4 ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എത്തി. അപ്പം ഇതിൻ്റെ 1/4 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഹാഫ്. അപ്പം ഇതിൻ്റെ നേരെ പകുതി ഇവിടെ ആയിരിക്കുമല്ലോ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസിന് ഞാൻ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഇവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തത്. ഇനി ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ ഗിവൺ എല്ലാം എഴുതി ഏരിയ കണ്ടുപിടിച്ചു. ഇനി എനിക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതിനെ ഞാൻ ഇ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആദ്യം ഞാൻ ഇത് എ സി കണ്ടുപിടിച്ചു. ഇത് 300, ഇത് 400. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ 500 പൈത്തഗോറസ് തിയറം വെച്ച് എനിക്ക് കിട്ടി. അതിൽ നിന്ന് ടാൻ തീറ്റയും കോസ് തീറ്റയും സൈൻ തീറ്റയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന ആംഗിൾ ആണ്. എന്തിനാന്ന് വെച്ചാൽ
എനിക്കിനി ഈ EX ഡിസ്റ്റൻസ് വരണം, EY ഡിസ്റ്റൻസ് വരണം. നമ്മൾ ബേസിക് ട്രിഗ്നോമെട്രി ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഡയഗണൽ ടോട്ടൽ 500 ആണ്. അപ്പോൾ OC എന്ന് പറഞ്ഞാൽ എന്താ 250 ആണ്. OE എന്ന് പറഞ്ഞാൽ അതിൻ്റെയും പകുതിയാണ് 125. OE 125 ആണ്. ഇത് തീറ്റ വിച്ച് ഇസ് 45 ഡിഗ്രി. 45 അല്ല